ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന രണ്ട് റെസിപ്പീസ് ആണ്. ഒന്ന് എണ്ണ കത്രിക്കായ് കാരക്കുഴമ്പും പിന്നെ മട്കി ദാൽ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ കത്രിക്കായ് കാരക്കുഴമ്പിൻ്റെ റെസിപ്പി കാണാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ നല്ലെണ്ണയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി വേണ്ടത് ബ്രിഞ്ചോൾ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ പുഴുവോ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടോ നോക്കണം. അഥവാ ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നല്ല നീറ്റായിട്ടുള്ള ബ്രിഞ്ചാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ക്രോസ് ആയിട്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം നീളം വഴുതനങ്ങ ഇല്ലേ, പർപ്പിൾ കളർ നീളം വഴുതനങ്ങയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ആവാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം. ടെൻഡർ ആണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവും. അതായത് നല്ല മൂത്ത വഴുതനങ്ങ അല്ലാതെ ടെൻഡർ വഴുതനങ്ങ ആണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവുമേ. അപ്പം ഞാൻ നോക്കിയപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പുഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വഴുതനങ്ങയായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സൈഡും അത്യാവശ്യം ഒന്ന് ബ്രൗൺ ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും, എന്നാൽ ഉൾവശം വെന്തിട്ടുണ്ടാവില്ല. ഇതൊരു 80% ഒന്ന് കുക്കായി കിട്ടണം. നല്ലതുപോലെ ബ്രൗൺ ആയിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗവിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി വരുന്ന എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഏകദേശം ഒരു 8-10 വെളുത്തുള്ളിയെങ്കിലും ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഈ വെളുത്തുള്ളിയുടെ മണമൊക്കെ ഇങ്ങനെ എടുത്ത് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആക്കി കിട്ടിക്കോട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളി. ചെറിയുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. പക്ഷെ എന്നാലും ചെറിയുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10 തൊട്ട് 15 വരെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരണം. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. പിന്നെ ഞാനിപ്പോൾ ചേർത്തേക്കുന്ന എണ്ണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കറിയിൽ കുറച്ചധികം ഓയിൽ യൂസ് ചെയ്യും. എന്നിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കും എല്ലാം. പക്ഷെ ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ടൈം കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മാത്രം എണ്ണയിലാണ് ഇതെല്ലാം വറുത്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മാറി പിങ്ക് കളറായി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം 2 ടീസ്പൂണോളം കാശ്മീർ റെഡ് ചില്ലി പൗഡറും പിന്നെ ഒരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ സാമ്പാർ പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരെ ഏത് ബ്രാൻഡ് സാമ്പാർ പൊടി യൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അതേ സാമ്പാർ പൊടി യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തമിഴ്നാട് ഒരു ടച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മസാല ഉണ്ടാവില്ലോ, ഇപ്പോൾ ആച്ചി അങ്ങനത്തെയൊക്കെ സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി തമിഴ് ടച്ച് കിട്ടും കറിക്ക്. അതായത് തമിഴ്നാട് സ്റ്റൈൽ ടച്ച് കിട്ടും. ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. അപ്പം ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നീട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു തക്കാളി എടുത്തേക്കുന്നത് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷവും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ട് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ചേർത്ത് കൊടുത്തു. എന്നിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അടച്ചു വെച്ച് വേവിച്ചിട്ടുമുണ്ട്. പിന്നീട് തുറന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ വെള്ളം മിക്സ് ചെയ്തിട്ടില്ല. ഏകദേശം 1/2 കപ്പോളം പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അന്നേരം നമുക്കിതിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി എത്രത്തോളം വേണം നോക്കിയിട്ട്, ചാറ് എത്രത്തോളം വേണം നോക്കിയിട്ട് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. കാരണം ഈ കറി അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക്
നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ചാറ് കുറച്ച് ലൂസായി പോയി തോന്നുകയാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതായിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. സോ അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രിഞ്ചോൾ ചേർത്തതിന് ശേഷം അധികം ഇട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്, കാരണം ഉടഞ്ഞു പോവും. ബിക്കോസ് ഇത് ഓൾറെഡി ഫ്രൈ ആയതാണ്, അത്യാവശ്യം വെന്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രിഞ്ചോൾ ചേർത്തതിന് ശേഷം ഒരുപാട് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത്, മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഗ്രേവിയൊക്കെ ബ്രിഞ്ചോളിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയിൽ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ഇതിനിയും അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 5 മിനിറ്റ്സ് വരെ മാത്രം ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് ഞാൻ കുറച്ച് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാവുമ്പം ചെറിയൊരു സ്വീറ്റ്നെസ്സും ചെറിയൊരു പുളിയും എരിവും ഒക്കെ ഉണ്ടാവും നമ്മുടെ കറിക്ക്. ഈ കറിയിൽ ശരിക്കും ചെറിയൊരു എരിവും പുളിയും മധുരം ഒക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, ലാസ്റ്റിൽ കുറച്ച് മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കാം. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. താല്പര്യം ഇല്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതുപോലെയാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. നല്ല അടിപൊളി കളറാണ് കേട്ടോ കാണാൻ. എത്രത്തോളം ഭംഗിയുണ്ടോ കാണാൻ അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ചെറിയ എരിവും പുളിയൊക്കെ ഉള്ള കറി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ ചപ്പാത്തിയുടെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന മട്കി ദാലിൻ്റെ കറിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ എത്ര പേർക്ക് ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇത്. മട്കി ദാൽ എന്ന് പറയുന്നത് ഈ മോത്ത് ബീൻസ് എന്ന് പറയും. കാണാൻ ചെറുപയർ പോലെ അല്ലെങ്കിൽ വൻപയറിൻ്റെ ഒരു ചെറിയ സൈസ് പോലൊക്കെ ഉണ്ട്. എന്നാൽ എനിക്കൊന്ന് കുറച്ചും കൂടി സിമിലായിട്ട് തോന്നുന്നത് ചെറുപയർ പോലെ ഉണ്ട് കേട്ടോ കാണാൻ. ചെറുപയർ ഇപ്പോൾ ഗ്രീൻ കളറാണ്, എന്നാൽ ഇത് വന്നിട്ട് വൻപയറിൻ്റെ ഒക്കെ ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ചെറുപയർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത്, ഇതിന് മുമ്പ് ഞാൻ ഹോൾ മസൂർ ദാലിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തലേദിവസം തന്നെ ദാൽ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കുതിർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ കഴുകിയ ദാലൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ദാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ഒരു ബേ ലീഫും പിന്നെ ഒരു പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ കഷ്ണം ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് കാർഡമം ആണ് കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കാർഡമം യൂസ് ചെയ്യാം. പക്ഷേ ബ്ലാക്ക് ആണെങ്കിൽ ഒന്നും കൂടി ആ ഒരു മണം എടുത്തറിയും. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇത് വേവാനുള്ള അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. കാരണം ഇത് ഓൾറെഡി സോക്കായ ദാലാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഒരു വിസിൽ മാത്രം മതിയാവേ. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പം വെള്ളമെല്ലാം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഞാനിത് ചെറിയ കുക്കറാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാടൊന്നും ഉടഞ്ഞു പോയിട്ട് ഒന്നുമില്ല. ഇത് പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നെയ്യാണെങ്കിൽ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാകും കറിക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് നോർമൽ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വലിയ സൈസിലുള്ള ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം മാറി നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ കളറൊക്കെ മാറി പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേന് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്തേക്കുന്നത്. വലിയ തക്കാളിയല്ല, മീഡിയം സൈസിലുള്ള 2 തക്കാളി. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി അങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പം അത്യാവശ്യം ഒന്ന് തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം, മട്കി ദാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം, എത്രത്തോളം നിങ്ങൾക്ക് കറി തിക്കായിട്ട് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആ ഒരു പയർ ഒന്ന് ഫില്ലാവുന്ന രീതി, പയറിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ നമ്മൾ ചേർത്തേക്കുന്ന പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോട്ടെ. അതുവരെ ഒന്ന് ഇളക്കിയെടുക്കുക.
അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാഷർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പയറൊന്ന് ചെറുതായിട്ട് ജാറിലിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാവും. അപ്പോൾ കറി കുറച്ച് തിക്കായിട്ട് തോന്നിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാറിലിട്ട് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാഷർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്താലും മതി. എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബിക്കോസ് നമ്മൾ പയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അല്ലാതെ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലാസ്റ്റിൽ കുറച്ച് കസൂർ മേത്തിയും കരിവേപ്പിലയും മല്ലിയിലും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് നെയ്യോ ബട്ടറോ ചേർക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല റൈസിനും ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ഈ കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.